Hi students, welcome to the second part of the first topic, sets. So in this video we will discuss how to represent a set. We have two methods of representing a set. Let's go to the topic. Representation of set. So the first method is a roster form or a tabular form. Second method is set builder form or a rule method or a property method. Okay, then the first method is roster form. See an example. Suppose capital A is a set of all natural numbers between 4 and 10. What are the natural numbers between 4 and 10? 4ന്റെയും 10ന്റെയും ഇടയിലുള്ള natural number that we know 5, 6, 7, 8, 9. Okay, എങ്ങനെയാണ് ഇതിനെ റോസ്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് വെച്ചാൽ list all these elements in a curly bracket and separated by commas like this. നോക്കിക്കോളൂ അല്ലേ, ഇതുപോലുള്ളൊരു curly ബ്രാക്കറ്റിൽ ഇടുക and separated by commas like this. നമുക്കറിയാം സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ്. ഇവിടെ എ ആണ് നമ്മുടെ സെറ്റ്. ദെൻ എ ഈക്വൽ ടു 5, 6, 7, 8, 9 ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് റോസ്റ്റർ ഫോം ഓർ എ ടാബുലർ ഫോം എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ എക്സാമ്പിൾ. ബി ഈസ് എ സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഏതൊക്കെയാണ് വവൽസ്? എ, ഇ, ഐ, ഒ, യു അല്ലേ. സോ ക്യാപിറ്റൽ ബി ഈക്വൽ ടു സെറ്റ് എ, ഇ, ഐ, ഒ, യു. ദിസ് ഈസ് റോസ്റ്റർ ഫോം. ആൻഡ് അനദർ എക്സാമ്പിൾ. C is the set of even natural numbers. Even natural number 2, 4, 6 like that. C equal to set 2, 4, 6, 8 etc. Listen, ഇതിങ്ങനെ തുറന്നുകൊണ്ട് പോവാണ്. That C contains infinitely many elements. Okay, ബാക്കി എയും ബിയും ഒക്കെ അതിൽ ഡെഫിനറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒരു വ്യത്യാസം കാണാം. See, actual the roster form എന്ന് പറയുന്നത് in this method a set is represented by listing all its elements in curly brackets and separated by commas. That is roster form. Some more examples. A is a set of natural numbers which divides 42. 42നെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയുണ്ടെന്നുള്ളത്. ഏതൊക്കെയാണ്? then A is equal to 1 അല്ലേ, 2, 3, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7, 14, 21, 42. ഓക്കെ, ഈ നമ്പർ മുഴുവൻ എന്താ കൃത്യമായിട്ട് 42നെ ഡിവൈഡ് ചെയ്യും. 42നെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ. ഓക്കെ അല്ലേ. ദെൻ വൺ മോർ എക്സാമ്പിൾ അഗെയിൻ. ബി ഈസ് എ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് അസാസിനേഷൻ. അസാസിനേഷൻ എന്ന വാക്കിലുള്ള ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ. അതിനെങ്ങനെ സെറ്റായിട്ട് എഴുതാം? ശ്രദ്ധിക്കണം, ഇവിടെ എ എന്ന ലെറ്റർ തന്നെ എനിക്ക് 1, 2, 3 ടൈംസ്, എസ് റിപ്പീറ്റ്സ് 4 ടൈംസ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത എലമെൻറ്റ് ഒരു പ്രാവശ്യം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ സെറ്റിൽ. ആൻഡ് ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് ഒരു പ്രാവശ്യം മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എ റിപ്പീറ്റ് ചെയ്യുന്നു, എസ് റിപ്പീറ്റ് ചെയ്യുന്നു, എൻ റിപ്പീറ്റ് ചെയ്യുന്നു, ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിൽ ഒരു പ്രാവശ്യം മാത്രമേ എടുക്കാവുള്ളൂ. ദെൻ ബി ഈക്വൽ ടു എ, എസ്, ഐ, എൻ, ടി, ഒ. ഇത്ര എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം മാത്രമേ എടുക്കാവൂ. വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് സെറ്റിന്. ഇതിപ്പോൾ എ, എസ്, ഐ, എൻ, ടി, ഒ എന്ന് ഞാൻ എഴുതിയല്ലോ. ഇതേ ഓർഡറിൽ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എസ്, ഐ, എ, എൻ, ടി, ഒ, ഒ, ടി ലൈക്ക് ദാറ്റ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. പല ഓർഡറിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സെറ്റിലെ എലമെൻറ്റ്സിന് ഒരു പ്രത്യേക ഓർഡറൊന്നുമില്ല. രണ്ട് കാര്യങ്ങൾ, അങ്ങനെ ഓർഡർ ഇല്ലാന്നും, രണ്ടാമത്തെ കാര്യം എന്താണ്? റിപ്പീറ്റേഷൻ പാടില്ല. അത് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ. ആൻഡ് തേർഡ് എക്സാമ്പിൾ. സി ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഈവൺ പ്രൈം നമ്പേഴ്സ്. ഏതാണ് പ്രൈം നമ്പർ? അഭാജ്യ സംഖ്യകൾ 2, 3, 5, 7 ഒക്കെ അല്ലേ പ്രൈം നമ്പേഴ്സ്. ഏതാണ് അതിൽ ഇരട്ട സംഖ്യ? ഈവൺ പ്രൈം നമ്പേഴ്സ്. ഈവൺ പ്രൈം നമ്പർ ഏതൊക്കെയാ? 2 മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഈവൺ പ്രൈം നമ്പർ 2 മാത്രമേ ഉള്ളൂ. C equal to set 2. Then another example. D is a set of integers x such that x square minus 6x plus 8 equal to 0. x square minus 6x plus 8 equal to 0 എന്ന ദ്വിമാന സമവാക്യം സോൾവ് ചെയ്താൽ കിട്ടുന്ന x എന്താണ്? അതൊന്ന് സോൾവ് ചെയ്ത് നോക്ക്. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചല്ലേ. അങ്ങനെ സോൾവ് ചെയ്താൽ എന്താ കിട്ടുക? Then d equal to
2ഉം 4ഉം കിട്ടും. സെറ്റ് 2 and 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ദെൻ one more example. Is the set of all integers x such that mod x less than 3? mod x absolute value കേവല വില അല്ലേ? എന്താ കേട്ടിട്ടുണ്ടല്ലോ? മോഡ് 2 ആണ്. മോഡ് -2 അതും 2 ആണ്. മോഡ് 3 ആണ്. മോഡ് -3 അതും 3 ആണ്. അപ്പോൾ മോഡുലസ് വാല്യൂ 3നേക്കാൾ കുറവാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സിന് എന്തൊക്കെ എടുക്കാം? മോഡുലസ് ലെസ് ദാൻ 3 ആകുമ്പോൾ 3നേക്കാളും കുറവാകുമ്പോൾ 2 ആവാം. ഇൻറ്റിജർ ആണ്, 2 ആവാം അല്ലേ? പൂർണ്ണസംഖ്യ ആവണം, 2 ആവാം. പിന്നെയോ 1 ആവാം, 0 ആവാം, -1 ആവാം, -2 വരെ ആവാം. ശരിയല്ലേ? ഈ നമ്പറിൻ്റെയൊക്കെ മോഡുലസ് ലെസ് ദാൻ 3 ആയിരിക്കും. നമ്മൾ ഇത്തരം സംഭവങ്ങൾ, ഈ ഇൻറ്റിജർ എന്താണ്, പിന്നെ പ്രൈം നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന്, അതിൻ്റെ സെറ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റോസ്റ്റർ ഫോമിൻ്റെ ചില എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടു. കൂടുതൽ പ്രോബ്ലമായിട്ട് നമുക്ക് പിന്നെ വരാം. അടുത്തത് നോക്കിക്കോളൂ. എന്താണ് സെറ്റ് ബിൽഡർ ഫോം ഓർ എ റൂൾ മെത്തേഡ്? സി എൻ എക്സാമ്പിൾ. എ ഈസ് എ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6ൽ കുറവായ എണ്ണൽ സംഖ്യകൾ. എന്താ അതിൻ്റെ റോസ്റ്റർ ഫോം? നമുക്ക് ഈസിയാണ്. എന്താ റോസ്റ്റർ ഫോം? എ ഈസ് ഈക്വൽ ടു 1 2 3 4 5. പക്ഷേ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ഈ എലമെൻറ്റ് 1 2 3 4 5 എന്ന എലമെൻറ്റിൻ്റെ ഒരു കോമൺ പ്രോപ്പർട്ടി, എല്ലാത്തിനും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം, അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്താണത്? അത് എഴുതുന്ന രീതി ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോളൂ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. എന്താണ് ഈ എക്സ്? ഈ എക്സ് എന്താണ്? ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ ഏത് എലമെൻറ്റ് വേണമെങ്കിൽ ആവാം. ഏത് എലമെൻറ്റ്? എക്സ് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, ഏതും ആവാം. ശേഷം എഴുതേണ്ടത് ഈ എക്സ് ഈ എലമെൻ്റൊക്കെ ആവാമെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ എലമെൻറ്റിൻ്റെ കോമൺ പ്രോപ്പർട്ടി? അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്താണത്? ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ശരിയല്ലേ? അതിവിടെ ആ കോമൺ പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ഓൾ എക്സ് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് മാത്രം എഴുതിയാൽ മതി. ദിസ് ഈസ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അതാണ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. 6ൽ കുറവായ നാച്ചുറൽ നമ്പർ എക്സ് എന്ന് വെച്ചാൽ ഇതൊക്കെ വരും. കറക്റ്റ് അല്ലേ? ദെൻ വേണമെങ്കിൽ ഇതിന് സൗകര്യത്തിന് ഒന്നുകൂടെ ചുരുക്കി എഴുതാം. ആ ഒരു നൊട്ടേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാലൊന്ന് ഒന്ന് നോക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു, ഓർമ്മയുണ്ടോ? അംഗമാണ് എൻ. എൻ ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറാണ്. എന്ന് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറാണ്. അതിലെ എലമെൻ്റ് ആണെന്നാണ് പറയുന്നത്. എക്സ് ബിലോങ്സ് ടു എൻ കോമ എക്സ് ലെസ് ദാൻ 6 എന്ന് ചുരുക്കി എഴുതാം നമുക്ക്, സിമ്പിൾ മാത്രം വെച്ചുകൊണ്ട് അല്ലേ? ഇങ്ങനെ സിമ്പിൾ മാത്രം വെച്ചുകൊണ്ട് എഴുതാനാണ് ശരിക്കും പഠിക്കേണ്ടത്. ബിക്കോസ് മാത്തമാറ്റിക്സ് ഈസ് എ ലാംഗ്വേജ് ഓഫ് വാട്ട്? സിമ്പിൾസ് ആണ് ഇല്ലേ? സോ അടുത്തത് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ബി ഈസ് എ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 5. ഏതാണ്? 2ൻ്റെയും 5ൻ്റെ ഇടയിലുള്ള റിയൽ നമ്പർ, രേഖീയ സംഖ്യകൾ. രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, 2ൻ്റെയും 5ൻ്റെയും ഇടയിലെ രേഖീയ സംഖ്യകൾ. ഇതാണോ ബി ഈക്വൽ ടു സെറ്റ് 3 4? ശരിയാണോ? 3ഉം 4ഉം ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണോ 2ൻ്റെയും 5ൻ്റെയും ഇടയിലുള്ള രേഖീയ സംഖ്യകൾ? അല്ല. പിന്നെന്താണ്? അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഡെസിമൽസ് വാല്യൂ വരും. 2 വരില്ല. ബിറ്റ്വീൻ 2 and 5 എന്ന് പറഞ്ഞാൽ 2 വരില്ല. തൊട്ടപ്പുറത്ത് 2.00001, 2.1, 2.2, 2.3 അങ്ങനെ എല്ലാ ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് കാണും 2 and 5ൻ്റെ ഇടയിൽ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് കാണും 2ൻ്റെയും 5ൻ്റെയും ഇടയിൽ. നമുക്കിത് കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് ഇതുപോലെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? അതിനൊരു പ്രത്യേക മാർഗ്ഗം നമ്മൾ കണ്ടെത്തണം അല്ലേ? എന്തെങ്കിലും പ്രത്യേക ഓർഡർ ഉണ്ടോ അതിന് എഴുതി വെക്കാൻ? നമ്മൾ നാച്ചുറൽ നമ്പറൊക്കെ എഴുതിയ പോലെ ഒരു ഓർഡറും ഇല്ലാതാണ്. അപ്പോൾ നമ്മൾ വളരെ സൗകര്യപൂർവ്വം നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ, ഇവിടെയാണ് സെറ്റ് ബിൽഡർ ഫോമിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഉപയോഗം നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്തെന്ന് വെച്ചാൽ ഇതാ
set of all x such that x is a real number between 2 and 5. തീർന്നു, ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ട് തീർന്നില്ലേ? set of all x such that x is a real number between 2 and 5. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ചുരുക്കി എഴുതാം. കണ്ടോളൂ. ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, 2 less than x less than 5. ശരിയല്ലേ? 2 less than x less than 5 എന്ന് പറഞ്ഞാൽ ആ എക്സ് 2ൻ്റെയും 5ൻ്റെയും ഇടയിലായിരിക്കും. 2-നേക്കാളും വലുതും 5-നേക്കാളും ചെറുതുമായിരിക്കും. ഇതാണ് സെറ്റ് ബിൽഡർ ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നമുക്കതിൻ്റെ ഒരു ഡെഫിനേഷനിലോട്ട് പോവാം. What is set builder form? In this method, all the elements of a set possess a single common property which is not possessed by any element outside the set. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. നമ്മൾ എഴുതുന്ന ആ എലമെൻ്റൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ആ കോമൺ പ്രോപ്പർട്ടി ആ സെറ്റിന് പുറത്തുള്ള ഒരു എലമെൻറ്റും സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല എന്നതുകൂടിയുണ്ട്. Okay, some more examples. A is a set of all natural number less than 6. നമ്മൾ നേരത്തെ പറഞ്ഞു. Set of all x such that x is a natural number less than 6. ഇല്ലെങ്കിൽ set of all x such that x belongs to n and x less than 6. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ ആണ്. Then B is a set of all real number greater than 6. അല്ലേ? 6ൽ കൂടുതലായിട്ടുള്ള എല്ലാ രേഖീയ സംഖ്യകളും എങ്ങനെ എഴുതാം? Set of all x such that x is a real number greater than 6. ഇങ്ങനെ എഴുതി വെക്കാം. ഇല്ലെങ്കിലോ എളുപ്പത്തിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. എന്താണ്? 6 സെറ്റ് ഓഫ് റിയൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ എഴുതാം. ഓക്കെ, ഈ നൊട്ടേഷൻ 6 n കുറിച്ച് ഞാൻ അടുത്ത ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക. ഇതാ ഗ്രേറ്റർ ദാൻ 6 എന്ന് പറഞ്ഞു. എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് ഗ്രേറ്റർ ദാൻ 6 എന്ന് ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. സി ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് 36. പോസിറ്റീവ് ഫാക്ടേഴ്സ് 36ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ആവാം, 3 ആവാം, അല്ലേ? 4 ആവാം, 6 ആവാം. ശരിയല്ലേ? ഇതിനൊക്കെ എഴുതാം. എന്താണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം? റോസ്റ്റർ ഫോം ഇതാണ്. സി ഈസ് ഈക്വൽ ടു 1 2 3 4 6 9 12 18 36. ഇതിനെങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്? പ്രത്യേകിച്ച് ഓർഡറും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒരു ഇത് കാണാനില്ല. നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതി ഇത് തന്നെയാണ്. ഇതിൻ്റെ റോസ്റ്റർ ഫോമാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 36 ആൻഡ് എക്സ് ബിലോങ്സ് ടു എൻ. നാച്ചുറൽ നമ്പർ ആണല്ലോ എല്ലാം, അല്ലേ? 36ൻ്റെ ഘടകമായ എണ്ണൽ സംഖ്യകളാണ് ഇത് മുഴുവൻ. ഓക്കെ, ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നമ്പർ സിസ്റ്റം. എന്തൊക്കെ ടൈപ്പ് നമ്പേഴ്സാണ് നമ്മൾക്കറിയാം. അതിൻ്റെ നൊട്ടേഷൻസ്, അതിൻ്റെ സെറ്റ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എൻ ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനാണ്. നമ്മൾ നേരത്തെ കണ്ടു. എന്താണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ? സെറ്റ് 1 2 3 4 എക്സെട്ര ലൈക്ക് ദാറ്റ്. എണ്ണൽ സംഖ്യകൾ n ആണ് അതിൻ്റെ സെറ്റിൻ്റെ നൊട്ടേഷൻ. അടുത്തത് സെഡ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. എന്താ ഇൻഡിജേഴ്സ്? മലയാളം പൂർണ്ണസംഖ്യകൾ. എന്തൊക്കെയാണ് പൂർണ്ണസംഖ്യകൾ? എക്സെട്ര ഇങ്ങോട്ട് പോവല്ലേ, ലെഫ്റ്റിലോട്ട് ഇങ്ങനെ പോവാണ്, -3 -4 അങ്ങനെ പോവാണ്. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എടുത്തുള്ളൂ. എക്സെട്ര -2 -1 0 1 2 എക്സെട്ര ലൈക്ക് ദാറ്റ്, ഇല്ലേ? ദെൻ നെക്സ്റ്റ് ആർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ശരിയല്ലേ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകൾ. നമുക്കെല്ലാം ലിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനതിൻ്റെ സെറ്റ് പറഞ്ഞിട്ടില്ല. നമുക്കറിയാവുന്ന കാര്യമല്ലേ? നമ്പർ ലൈൻ, സംഖ്യാരേഖ എടുത്താൽ അവിടെ ഏത് എലമെൻ്റ് എടുത്താലും അത് റിയൽ നമ്പറാണ്, അല്ലേ? അടുത്തത് ക്യൂ, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, ഭിന്നകങ്ങൾ, ഭിന്നസംഖ്യ, ഭിന്നകങ്ങൾ, അല്ലേ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സിൻ്റെ ഫോം p/q ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നോക്കിയേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു p/q. p/q രൂപത്തിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. ശ്രദ്ധിക്കണം, ക്യൂ 0 ആവരുത്. മാത്രമല്ല പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആവും വേണം, പൂർണ്ണസംഖ്യകളാവും വേണം. ഓക്കെ, ഇത് ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് റാഷണൽ നമ്പർ, അല്ലേ?
റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ p/q രൂപത്തിൽ എഴുതാൻ പറ്റുന്നതും അതിൻ്റെ ഡിനോമിനേറ്റർ അല്ലേ സീറോ നോട്ട് സീറോ ആവുകയും വേണം അല്ലേ സീറോ ആവരുത്. പിന്നെ പിയും ക്യൂവും ഇൻഡിജേഴ്സ് പൂർണ്ണസംഖ്യാവുമാണ്. ഇതാണ് റാഷണൽ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്ന ക്യൂ ആണ്. അടുത്തത് W, സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് അല്ലേ ഓൾ നമ്പേഴ്സ് അഖണ്ഡസംഖ്യകൾ എന്ന് മലയാളം പറയും. എന്താണത് 0, 1, 2, 3 എക്സെട്ര സീറോ കൂടെ ഉൾപ്പെടുന്ന നാച്ചുറൽ നമ്പർ ലൈക്ക് ദാറ്റ്. നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ സീറോ കൂടെ ഉൾപ്പെടുത്തിയാൽ ഓൾ നമ്പേഴ്സായി. W എന്നാണ് നൊട്ടേഷൻ. അടുത്തത് T, സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. എന്താ ഇറാഷണൽ? അഭിന്നകങ്ങൾ. Q ഭിന്നകമാണ്, T അഭിന്നകമാണ് അല്ലേ. എന്താ അഭിന്നകം? ഭിന്നകം ആവാത്തത് മുഴുവൻ എന്താണ്? അഭിന്നകമാണ് അല്ലേ. അതാണ് T. ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റിയൽ നമ്പർ ആണ്. രേഖീയ സംഖ്യ ആകണമല്ലോ, പക്ഷെ എന്താവരുത്? അത് റാഷണൽ നമ്പർ ആവരുത്, ഭിന്നകമാവരുത്. ഭിന്നകമാവരുത്, റിയൽ നമ്പർ ആവുകയും വേണം. അപ്പം എന്തായത്? ഇറാഷണൽ നമ്പറായി. ഓർത്ത് നോക്കുക. ഓക്കെ, കാര്യമായിട്ട് ഇത്രയും സെറ്റുകളാണ് നമ്മൾക്ക് അറിയാനുള്ളത്. ദെൻ സെറ്റ് പ്ലസ്. സെറ്റ് പ്ലസ് ഉദ്ദേശിക്കുന്നത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് ആണ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ്. സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ ആർ പ്ലസ്. ആറ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, രേഖീയ സംഖ്യയാണ്. ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നന്നായി ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോമിൻ്റെ പ്രോബ്ലത്തിലേക്ക് വീണ്ടും പോകുന്നു. യെസ്, കുറച്ച് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് എക്സ്പ്രസ് ഇൻ റോസ്റ്റർ ഫോം. ഞാനത് സെറ്റ് ബിൽഡർ ഫോമിൽ തരും, നിങ്ങളത് റോസ്റ്റർ ഫോമിലോട്ട് ചേഞ്ച് ചെയ്യണം. സീ ദിസ് ഫസ്റ്റ് പ്രോബ്ലം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻഡിജർ. ഇൻഡിജർ ആണ്. ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. -3ൻ്റെയും 7ൻ്റെയും ഇടയിലുള്ള ഇൻഡിജറിനെയാണ് ഉദ്ദേശിക്കുന്നത്, പൂർണ്ണസംഖ്യകളെ. എന്തൊക്കെ വരും? -3ൻ്റെയും 7ൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ -2 വരും, -1 വരും, 0, 1, 2, 3, 4, 5, 6. ശരിയല്ലേ? അല്ലേ, അത്രയും എലമെൻറ്റ് വരും. ഇതാ കറക്റ്റ് അല്ലേ? നോക്കിയേ, -2, -1, 0, 1, 2, 3, 4, 5, 6. ഇതാണ് സെറ്റ് എയുടെ റോസ്റ്റർ ഫോം. എന്താണ് പ്രോബ്ലം ബി? സെക്കൻഡ് വൺ ബി എന്താണ് സെറ്റ്? എക്സ് ഇസ് എ 2 ഡിജിറ്റ് നമ്പർ സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. രണ്ടക്ക സംഖ്യയാണ്, അതിൻ്റെ ഡിജിറ്റ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടണം. 26 എക്സാമ്പിൾ അല്ലേ? 62 എക്സാമ്പിൾ അല്ലേ? 17 എക്സാമ്പിൾ അല്ലേ? 71 എക്സാമ്പിൾ അല്ലേ? അത് മുഴുവൻ ലിസ്റ്റ് ചെയ്യണം, ഒരു ഓർഡറിൽ ലിസ്റ്റ് ചെയ്ത് പോവാം. 2 ബി 17 ശരിയല്ലേ? 8 അല്ലേ? 26, 35, 44, 53 അല്ലേ? 62, 71, 80. ഇത്രയാണെന്ത് ആ കേസിൽ വരുന്ന എലമെൻ്റ് മുഴുവൻ. ദാറ്റ് ഇസ് ഇൻ റോസ്റ്റർ ഫോം. മൂന്നാമത്തതോ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് എ ഡിവൈസർ ഓഫ് 60. 60നെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് മാത്രമല്ല, അത് പ്രൈം നമ്പർ കൂടി ആവണം, അഭാജ്യ സംഖ്യ കൂടി ആവണം. ശരിയല്ലേ? 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നമ്പറുണ്ട്. ഇപ്പോൾ 30 ഉണ്ട്. 30 അഭാജ്യ സംഖ്യയാണോ? 15 ഉണ്ട്, അഭാജ്യ സംഖ്യയാണോ? അല്ല. അപ്പോൾ അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ മാത്രമാണ് ചേർക്കുക. എന്തൊക്കെ വരിക? ഈസിയാണ്. ഇറ്റ് ഈസ് 2, 3, 5. ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. നാലാമത്തെ പ്രോബ്ലം നോക്കി. എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്ന വാക്കിലെ ലെറ്ററിൻ്റെ കളക്ഷൻ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം. റിപ്പീറ്റ് ചെയ്യുന്നൊന്നും എടുക്കരുത്. എന്തൊക്കെ വരിക? ടി വരും, ആർ വരും, ഐ വരും, ജി വരും, ഒ വരും, എൻ വരും. ഒ വീണ്ടും വന്നു, എടുക്കരുത്. എം എടുക്കാം, ഇ എടുക്കാം, ടി വീണ്ടും വന്നു, എടുക്കരുത്. ആർ വീണ്ടും വന്നു. ദെൻ വൈ ലൈക്ക് ദാറ്റ്. സി ടി ആർ ഐ ജി ഒ എൻ എം ഇ വൈ എന്നാണ് ആൻസർ വരിക. ഈസി അല്ലേ? അല്ലേ? ദെൻ കുറച്ച് പ്രോബ്ലം കൂടി. അടുത്തത് ഫിഫ്ത്ത് വൺ. A is equal to set of all x such that x is an integer
minus 1 by 2 less than x less than 9 by 2. See the condition? minus 1 by 2 ൻ്റെയും 9 by 2 ൻ്റെ ഇടയിൽ പറയുന്ന ഈ minus 1 by 2 9 by 2 ഇൻറ്റിജറും അല്ല, ആണോ? അല്ല. then b equal to set of all x such that x is an integer x square less than or equal to 4. ഇതാണ് രണ്ടാമത്തത്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നോക്കി ഞങ്ങൾ ഇതല്ലേ minus 1 by 2, 0ൻ്റെയും -1ൻ്റെ ഇടയിൽ ഇതല്ലേ minus 1 by 2. ഇനി 9 by 2 പറഞ്ഞാൽ 4.5, ഇതാ 4 കഴിഞ്ഞിട്ട് 5ൻ്റെയും ഇതാ ഇടയിൽ, ഇതാണ് 9 by 2. ഈ രണ്ട് നമ്പറിൻ്റെയും ഇടയിലുള്ള ഇൻറ്റീജേഴ്സ് മുഴുവൻ ശ്രദ്ധിച്ച്, ദാറ്റ് ഈസ് 0 1 2 3 4. കറക്റ്റ് അല്ലേ? ദാറ്റ്സ് ഈസി. ഫിഫ്ത്ത് വൺ, a is equal to 0 1 2 3 4. റെഡി? ഓക്കെ. ദെൻ സിക്സ്ത് വൺ, x is an integer, then x square less than or equal to 4. ഇൻറ്റിജർ ആണ്, പക്ഷേ എക്സ് സ്ക്വയർ ലെസ് താൻ ഓർ ഈക്വൽ ടു 4 ആണ്. എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ ലെസ് താൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മൾ പറയും മോഡ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയും. രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കും അല്ലേ? മോഡ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? അത് -2ൻ്റെയും 2ൻ്റെയും ഇടയിൽ വരുന്നതാണ്. ഇപ്പോൾ എക്സ് സ്ക്വയർ ലെസ് താൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ എക്സിന് 2 വരാം, 1 വരാം, 0 വരാം, -1 വരാം, -2 വരെ വരാം. ശരിയല്ലേ? അതാണ് ഈ മീനിങ് മോഡ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ളത്. മനസ്സിലായില്ലേ? മോഡ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എക്സ് -2ൻ്റെയും 2ൻ്റെയും ഇൻ ബിറ്റ്വീൻ -2 ആൻഡ് 2 ആണെന്ന് പറയാം. -2 മുതൽ 2 വരെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും പെടും. ദാറ്റ് മീൻസ് എന്താണ്? ബി ഈക്വൽ ടു -2 -1 0 1 2. കറക്റ്റ് അല്ലേ? യെസ്. ഇതാണ് ഈ പ്രോബ്ലം. യെസ്. ശ്രദ്ധിക്കുക, അടുത്തത് രണ്ട് പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള പ്രോബ്ലംസ് അല്ല, കുറച്ചും കൂടെ ഹയറായിട്ട് നമുക്ക് ചിന്തിച്ച് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കുക. സെവൻത്ത് വൺ, a is equal to set of all x such that x is equal to 2k, 2 into k, രണ്ടിൻ്റെ മൾട്ടിപ്പിൾ നടത്താം, രണ്ടിൻ്റെ ഗുണിതം നടത്താം. എന്താണ് k? 1 ലെസ് താൻ ഓർ ഈക്വൽ ടു k ലെസ് താൻ 5. മാത്രമല്ല k ബിലോങ്സ് ടു n, k നാച്ചുറൽ നമ്പർ ആണെന്ന്. മാത്രമല്ല k 1ൻ്റെയും 5ൻ്റെയും ഇടയിലാണ്. പക്ഷേ 1 ആവാം, ലെസ് താൻ ഓർ ഈക്വൽ ടു ആവാം, പക്ഷേ ലെസ് താൻ 5, 5നേക്കാളും ചെറുതുമാണ്. എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഒന്ന് നിങ്ങൾക്ക് അല്ലേ? നോക്ക്, സെവൻത്ത് ക്വസ്റ്റ്യൻ, 1 ലെസ് താൻ ഓർ ഈക്വൽ ടു k ലെസ് താൻ 5 ആണ്. k നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ എന്തൊക്കെ വരും? kയുടെ വാല്യൂ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. കറക്റ്റ് അല്ലേ? ലെസ് താൻ 5 ആണ്, 5 വരരുത്. ഓക്കെ. അപ്പോൾ k ഈക്വൽ ടു 1 2 3 4 ആണെങ്കിൽ ഈ സെറ്റിൽ എന്തൊക്കെ എലമെൻ്റ് ആണ് വരിക? വരേണ്ട എക്സ്, ഈ സെറ്റിലെ എലമെൻ്റ് എക്സ് ഏത് ഫോമാണ്? എക്സ് ഈക്വൽ ടു 2k ആണ്. 2k. നമുക്കിവിടെ k കിട്ടി. എന്താണ്? 1 2 3 4. അപ്പോൾ എന്താണ് 2k? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 4 6 8. ഇതാണ് 2k. ഇതാണ് നമ്മുടെ എക്സ് അല്ലേ? സെവൻത്ത് സെറ്റിൽ പറയുന്ന എക്സ് ഈക്വൽ ടു 2k എന്ന് പറഞ്ഞാൽ അതാണ് എക്സ് 2k ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ എക്സ്? യെസ്, 2 4 6 8. അപ്പോൾ നമ്മുടെ സെറ്റ് ഏതാണ്? a is equal to സെറ്റ് 2 4 6 8 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഈസിയാണ്. യെസ്, മനസ്സിലാക്കുക. എയ്ത്ത് ക്വസ്റ്റനും അതുപോലെ, എയ്ത്ത് ക്വസ്റ്റനും അതുപോലുള്ളൊരു ക്വസ്റ്റനാണ്. എക്സ് സച്ച് ദാറ്റ് എൻ ക്യൂബ്, സോറി എക്സ് ഈക്വൽ ടു എൻ ക്യൂബ് എന്നാണ്. കറക്റ്റ് ചെയ്ത് വായിക്കണേ. ഇത് എക്സ് ഈക്വൽ ടു എൻ ക്യൂബ് എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. എക്സ് ഈക്വൽ ടു എൻ ക്യൂബ്. -2 ലെസ് താൻ ഓർ ഈക്വൽ ടു n ലെസ് താൻ ഓർ ഈക്വൽ ടു 1. n ബിലോങ്സ് ടു z. n ഇൻറ്റിജർ ആണെന്നാണ് പറയുന്നത്, പൂർണ്ണസംഖ്യയാണെന്നാണ് പറയുന്നത്. അപ്പോൾ -2 ലെസ് താൻ ഓർ ഈക്വൽ ടു n ലെസ് താൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഇൻറ്റിജർ ആണെങ്കിൽ -2 വരും, -1 വരും, 0 വരും, 1 വരും. ഇത്ര എലമെൻറ്റ് വരും. കറക്റ്റ് അല്ലേ? യെസ്. നോക്കാം. n ബിലോങ്സ് ടു z ആണെന്നാണ് പറയുന്നത്. ആൻഡ് -2 ലെസ് താൻ ഈക്വൽ ടു n ലെസ് താൻ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പോൾ n-ൻ്റെ വാല്യൂ -2 -1 0 1 ഇത്രയും എലമെൻറ്റ് വരും. അങ്ങനെയാണെങ്കിൽ n ക്യൂബ് എന്തായിരിക്കും? n ഇത്രയും വാല്യൂ ആണ്. വാട്ട് ഈസ് n ക്യൂബ്? എക്സിൻ്റെ വാല്യൂ n ക്യൂബ് അല്ലേ? അല്ലേ ഞാൻ പറഞ്ഞു എക്സ് ഈക്വൽ ടു n ക്യൂബ് എന്നാണ് ഇവിടെ വായിക്കേണ്ടത്. ശ്രദ്ധിക്കും. ഓക്കെ. അപ്പോൾ എന്ത് വരും? ഇതിൻ്റെ ക്യൂബ് -2 ക്യൂബ്, -1 ക്യൂബ്, 0 ക്യൂബ് ആൻഡ് 1 ക്യൂബ്.
കറക്റ്റ് അല്ലേ? എത്രയത്? -8 -1 0 1. ഇതാണ് ഇവിടുത്തെ എക്സ്. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു -8 -1 0 1. ഇത്ര എലമെൻ്റാണ് ബി. ഇതാണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം. ഓക്കെ, അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിനെ നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. കുറേ കൂടി നല്ല പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇതുപോലുള്ള പ്രോബ്ലങ്ങൾക്ക് ചെയ്ത് പഠിക്കുക. കൂടുതൽ ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരാം. ഓക്കെ, അടുത്ത് നോക്കാം. രണ്ട് പ്രോബ്ലം കൂടി ചെയ്യാം നമുക്ക്. കുറച്ചും കൂടി നല്ല പ്രോബ്ലമാണ്. എ ഈസ് ഈക്വൽ ടു set of all x such that x square equal to 25 and x less than 0. x belongs to R. ശ്രദ്ധിക്കണം, x റിയൽ നമ്പറാണ്, മാത്രമല്ല x ലെസ് ദാൻ 0 നെഗറ്റീവ് നമ്പറാണ്, ആൻഡ് എക്സ് സ്ക്വയർ 25 ആണ്. ഈ കണ്ടീഷൻസ് മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ശ്രദ്ധിക്കണം, എക്സ് റിയൽ നമ്പറാണ്, എക്സ് നെഗറ്റീവാണ് അല്ലേ? എക്സ് സ്ക്വയർ 25 ആണെങ്കിൽ എന്താണ് എക്സ്? പ്ലസ് ഓർ മൈനസ് √25 അല്ലേ? അതായത് പ്ലസ് ഓർ മൈനസ് 5. എക്സിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 5 എന്നാണ് വരിക. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ് നെഗറ്റീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? ബട്ട് എക്സ് നെഗറ്റീവ്, ദ വാല്യൂ ഓഫ് എക്സ് ഈസ് -5 മാത്രം. +5 എടുക്കാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പോൾ സെറ്റ് എയിൽ എന്താ ഉള്ളത് അന്നേരം? എക്സ് സ്ക്വയർ 25 ആവുകയും എക്സ് നെഗറ്റീവ് ആവുകയും എക്സ് റിയൽ നമ്പർ ആവുകയും ചെയ്താൽ ഓൺലി എക്സ് ഈക്വൽ ടു -5. സോ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് -5 മാത്രമേ ഉള്ളൂ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ ഒന്ന് നോക്കി. എന്താണ് സെറ്റ് ബി അവിടെ പറയുന്നത്? ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 1/2n + 1 ആൻഡ് n ബിലോങ്സ് ടു n. n നാച്ചുറൽ നമ്പറാണ്. ഏതൊക്കെ നാച്ചുറൽ നമ്പർ എല്ലാം എടുക്കണമെന്ന് വേണ്ടി വരും അല്ലേ? പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. n ബിലോങ്സ് ടു n. n എന്ന് പറഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പറും. എക്സ് 1/2n + 1 ആണ്. നോക്കാം എന്താ വരിക. സോ ഗിവൺ ദാറ്റ് എക്സ് ഈക്വൽ ടു 1/2n + 1, ശരിയല്ലേ? അപ്പോൾ എന്ത് വരും? n നാച്ചുറൽ നമ്പറാണ്. n 1 ആകുമ്പം എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1/3 ആണ്. n 2 ആകുമ്പോഴോ എക്സിൻ്റെ വാല്യൂ 2 × 2 + 1 1/5 എന്ന് കിട്ടും. n 3 ആകുമ്പോഴോ എക്സ് ഈക്വൽ ടു 2 × 3 1/7 എന്ന് കിട്ടും. അങ്ങനെ പോകും. എല്ലാ നാച്ചുറൽ നമ്പറും കൊടുക്കാം നമുക്ക് അല്ലേ? സോ ഈ സെറ്റിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. കാരണം എന്നിന് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. n നാച്ചുറൽ നമ്പർ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പറും എടുക്കേണ്ടി വരും നമ്മൾ. അപ്പം എന്താണ് ആ സെറ്റിൽ വരിക? യെസ്, ഈസ് 1/3 1/5 1/7 എക്സെട്ര. കറക്റ്റ് അല്ലേ? യെസ്. ഇങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുന്നത്. ഓക്കെ, അടുത്ത് ഇതുവരെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലോട്ടായിട്ട് മാറ്റിയിരിക്കുന്നത്. ഇനി റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡറിലോട്ടാണ് മാറ്റാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ അത്ര തന്നെ എളുപ്പം ആയിരിക്കില്ല ചിലത് എന്ന് ശ്രദ്ധിക്കുക. നോക്കുക. ഓക്കെ, ആദ്യത്തെ സെറ്റ് ഒരു 6 പ്രോബ്ലം ഞാൻ തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 3 6 9 12. 3 6 9 12 എന്താ വരിക? ആ എലമെൻ്റ് പ്രത്യേകം നോക്കിയേ. 3 × 1 6 3 × 2 ദെൻ 3 × 3 9 3 × 4 അല്ലേ? 3യെ ആദ്യത്തെ 4 നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. കറക്റ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്പർ. അപ്പോൾ ശരിക്കും എന്താ ഇത്? 3 × 1 3 × 2 3 × 3 3 × 4 എന്ന് വെച്ചാൽ 3n അല്ലേ? 3n എന്താ? n 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. കറക്റ്റ് അല്ലേ? അപ്പോൾ അതിനെങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്? എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണ്? 3n. വാട്ട് ഈസ് n? നാച്ചുറൽ നമ്പർ ആണ്. ഏതൊക്കെ നാച്ചുറൽ നമ്പർ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ. 4 അതിൽ കുറവേ ആവാൻ പാടുള്ളൂ. കറക്റ്റ് അല്ലേ? നോക്കിയേ, 1 2 3 4 മാത്രമേ ഉള്ളൂ. n ഈസ് എ നാച്ചുറൽ നമ്പർ. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന്. ഓക്കെ, ഈസിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് വരിക? 2 4 8 16 32. 2 4 6 2 4 8 16 30 ലൈക്ക് ദാറ്റ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? 2 ഇത് 2ൻ്റെ സ്ക്വയർ, ഇത് 2ൻ്റെ ക്യൂബ്, ഇത് 2ൻ്റെ 4th പവർ,
ഇത് 2ൻ്റെ 5th പവർ. കറക്റ്റ് അല്ലേ? ദാറ്റ് മീൻസ് 2, 2 സ്ക്വയർ, 2 ക്യൂബ്, 2 റേസ് 4, 2 റേസ് 5 അല്ലേ? അങ്ങനെ 5 എലമെൻ്റാണ് ആ കാണുന്നത്. എന്ന് വെച്ചാൽ ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് 2 റേസ് ടു n. എന്താ n? 1 മുതൽ 5 വരെ ആവാം. റെഡി? അപ്പോൾ സെറ്റ് എങ്ങനെ എഴുതാം? b ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2 റേസ് ടു n. എന്താണ് n? നാച്ചുറൽ നമ്പർ ആണ്. എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ടോ? ഇല്ല. 1 മുതൽ 5 വരെ മാത്രം. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതാം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത് മനസ്സിലായല്ലോ? യെസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ സി ഈക്വൽ ടു 5, 25, 125, 625. എന്താണത്? ഈസി. അത് 5 സ്ക്വയർ, 5 ക്യൂബ്, 5 റേസ് ടു 4 ആണ് അല്ലേ? അപ്പം എഴുതും ദാറ്റ് ഈസ് 5 റേസ് ടു n when n equal to 1, 2, 3, 4. ദാറ്റ് ഈസ് സെറ്റ് C is equal to set of all x such that x equal to 5 റേസ് ടു n. n നാച്ചുറൽ നമ്പർ ആണ്, മാത്രമല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. സെയിം പ്രോബ്ലം ആണ് അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഇനി നാലാമത്തെ എന്താണ്? ശ്രദ്ധിച്ചേ. d ഈക്വൽ ടു 1, 4, 9 അപ് ടു 100. 1 മുതൽ 100 വരെയുള്ളത് അല്ലേ? എന്താ പിന്നെ ഇവിടെ പ്രത്യേകത എന്താണ്? 1 മുതൽ 100 വരെയുള്ള എല്ലാ നമ്പറും ഇല്ല. ഉണ്ടോ? ഇല്ല. 1, 4, 9 എന്താ നമ്പറിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചേ. ഇത് 1 ആണ്, 4, 9 സ്ക്വയേഴ്സ് ആണല്ലേ? ഇത് 2 സ്ക്വയർ, ഇത് 3 സ്ക്വയർ, ആൻഡ് ലാസ്റ്റ് 100 എന്താണ്? 10 സ്ക്വയർ. റെഡി? അപ്പം എന്താ? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ അപ് ടു 10 സ്ക്വയർ എന്നാണ് വരിക. എന്താ ഇതിനൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ദാറ്റ് ഈസ് n സ്ക്വയർ. എന്താ n? 1 മുതൽ 10 വരെ ആവാം. കറക്റ്റ് അല്ലേ? അപ്പോൾ സെറ്റ് ഈസി ആയിട്ട് നമുക്ക് എഴുതാം. is d ഈക്വൽ ടു സെറ്റ് ഓഫ് x സച്ച് ദാറ്റ് x is n സ്ക്വയർ. എന്താ? n is a natural number and n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10 അതിൽ കുറവായിട്ടുള്ള ലൈക്ക് ദാറ്റ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇത്തരം പ്രോബ്ലം ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യാം നമുക്ക്. അടുത്തതിലേക്ക് പോകാം. യെസ്. എന്താ അതിലൊന്ന് ബാക്കിയുണ്ടല്ലേ? ഏതാണ്? 5th ക്വസ്റ്റ്യൻ. 5th ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നോക്കിയേ. 7, 10, 13, 16, 19 അവിടെ ഒരു പ്രത്യേകത കാണുന്നില്ലേ? നിങ്ങൾ 3 ആഡ് ചെയ്ത് പോവുകയാണ്. കറക്റ്റ് അല്ലേ? അതൊരു AP. എന്താണ് AP? അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, സമാന്തര പ്രോഗ്രഷൻ ഇല്ലേ? പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. അത് വെച്ചുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് എഴുതാം അല്ലേ? 7, 10, 13, 16 എക്സെട്ര ലൈക്ക് ദാറ്റ്. 19 വരെ ഉള്ളൂ. നമ്മൾ ഇത് കൺസിഡർ ചെയ്താൽ അതൊരു AP ആണ്. അതിലെ എലമെൻ്റ് ആണ് 16, 19 ഒക്കെ. ആ APയിലെ 5 ടേമാണത്. അപ്പോൾ ഇതിൽ നമുക്ക് ജനറലായിട്ടൊരു ടേം വേണം. nth ടേം കണ്ടുപിടിക്കാൻ അറിയാലോ നമുക്ക്. എന്താണ്? a + n - 1 × d. ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ അല്ലേ? അപ്പോൾ ഇതൊരു AP ആണ്. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ആദ്യത്തെ ടേമാണ്. പിന്നെ d എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമാണ്. അതായത് ഇവിടെ 3 ആണ് അല്ലേ? യെസ്. അപ്പോൾ ആ എലമെൻറ്റ് കൊടുത്ത് എന്ത് വരും? 7 + n - 1 × 3 ദാറ്റ് ഈസ് 3n + 4. ഇതാണ് nth ടേം. അപ്പം നമുക്ക് ഈസി ആയിട്ട് അഞ്ചാമത്തെ ഈ പ്രോബ്ലം E എന്ന് പറയുന്ന സെറ്റ് എഴുതാം. എങ്ങനെ? സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ദാറ്റ്. എന്താ എക്സ്? 3n + 4 ആണ്. 3n + 4 എല്ലാം വരുമോ? n നാച്ചുറൽ നമ്പർ ആണ്. എല്ലാ നാച്ചുറൽ നമ്പറും വരുമോ? ഇല്ല. n-ന് 1 കൊടുത്ത് നോക്കി നിങ്ങൾ 7, n-ന് 2 കൊടുത്ത് നോക്കി 10, n-ന് 3 കൊടുത്തേ 13, n-ന് 4 കൊടുത്തേ 16, n-ന് 5 കൊടുത്തേ 19. അതുവരെ വേണ്ടു. ദാറ്റ് ഈസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെ. ഓക്കെ, ശരിക്ക് ശ്രദ്ധിക്കുക, ചെയ്യും. 6th പ്രോബ്ലം എന്താണ്? ഈസി. 5, 7, 11, 13, 17 എന്താണ് പ്രത്യേകത? പ്രൈം നമ്പറാണ് അല്ലേ? 5, 17 അതിൻ്റെ ഇടയിൽ ഉൾക്കൊള്ളുന്ന പ്രൈം നമ്പേഴ്സാണ്. അതൊക്കെ അഭാജ്യ സംഖ്യകളാണ്. ഈസി. f equal to set of all x such that x is a prime number 5 less than or equal to x less than or equal to 17 എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതാണ് അത്രയും പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലോട്ട് ശ്രദ്ധിച്ചോളൂ. 7th one. 1/4, 1/8, 1/16, 1/32, 1/64. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ സെറ്റിന്? ഡിനോമിനേറ്റർ നോക്കിയേ. 4, 8, 16, 32. 2ൻ്റെ പവർ അല്ലേ അത്? ശരിയല്ലേ? അപ്പം എന്താ വരിക? ഇറ്റ് ഈസ് 1/2 സ്ക്വയർ ആണ്.
1/2 ക്യൂബ് ആണ്, 1/2⁴ ആണ്, 1/2⁵ ആണ്, 1/2⁶ ആണ്. ജനറൽ ആയിട്ട് എന്ത് പറയാം? ദാറ്റ് ഈസ് 1/2n വേർ n ഈക്വൽ ടു 2, 3, 4, 5, 6. കറക്റ്റ് അല്ലേ? ഓക്കെ, എന്നിന് 2 കൊടുക്കുമ്പോൾ 3 കൊടുക്കുമ്പോൾ 1/2 ക്യൂബ്, 4 കൊടുക്കുമ്പോൾ ഇത് 5, then 6. അപ്പോൾ 1/2n ആണ് അതിലെ ജനറൽ ടേം പൊതുവായിട്ട് പറയാൻ പറ്റുന്നത്. എന്നിൻ്റെ വാല്യൂ 2 മുതൽ 6 വരെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? A is equal to set of all x such that x is 1/2n. എന്താണ് n? നാച്ചുറൽ നമ്പർ, ശരിയല്ലേ? ദെൻ എന്താണ്? എന്നിൻ്റെ വാല്യൂ എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ടോ? ഇല്ല, 2 മുതൽ 6 വരെ. 2 ≤ n ≤ 6 എന്ന് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? അടുത്ത പ്രോബ്ലം നോക്കിയേ, 8ാമത്തെ പ്രോബ്ലം. b is equal to 0, 3, 8, 15, 24, 35. എന്ത് ചെയ്യാം? നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ശരിക്കൊന്ന് വാച്ച് ചെയ്തേ. ഉണ്ടോ? നിങ്ങൾ പ്രത്യേകത കാണുന്നുണ്ടോ? യെസ്. നിങ്ങളിത് കാണുമ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് കാണുക കേട്ടോ. എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും തുടർച്ചയായി കാണും. യെസ്. അപ്പോൾ 0-ന് ഒരു പ്രത്യേകത നമുക്ക് അവിടെ കാണുന്നുണ്ട്. എന്താണ്? നമ്പേഴ്സിൻ്റെ സ്ക്വയർ -1 ടൈപ്പാണ്. നമ്പേഴ്സിൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചാണ്. 1ൻ്റെ സ്ക്വയർ അതിൽ നിന്ന് 1 കുറച്ചാണ്. 2ൻ്റെ സ്ക്വയർ 4 അതിൽ നിന്ന് 1 കുറച്ചാണിത്. 3ൻ്റെ സ്ക്വയർ അതിന് 1 കുറച്ചാണിത് അല്ലേ? അതായത് 0 എന്ന് പറയുന്നത് 1 സ്ക്വയർ -1, 3 എന്ന് പറയുന്നത് 2 സ്ക്വയർ -1 അല്ലേ? 8 എന്ന് പറയുന്നത് 3 സ്ക്വയർ -1, 15 എന്ന് പറയുന്നത് 4 സ്ക്വയർ -1, 24 എന്ന് പറയുന്നത് 5 സ്ക്വയർ -1, 35 എന്ന് പറയുന്നത് 6 സ്ക്വയർ -1. ആൻഡ് വാട്ട് അബൌട്ട് ഇൻ ജനറൽ, വിച്ച് ഈസ് n സ്ക്വയർ -1. കറക്റ്റ് അല്ലേ? n സ്ക്വയർ -1. n എന്തൊക്കെയാണ്? എന്നിൻ്റെ വാല്യൂ 1, 2, 3, 4, 5, 6 വരെ ആവാം. 1 to 6 വരെ ആവാം. അപ്പോൾ ബി എങ്ങനെ എഴുതാം? ഈക്വൽ ടു set of all x such that x is n square -1, n belongs to n നാച്ചുറൽ നമ്പർ ആണ്, ആൻഡ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 അല്ലേ? നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ 6 എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെ ആയി. പ്രോബ്ലം കണ്ടില്ലേ? ഓക്കെ അല്ലേ? യെസ്, നന്നായി അത് ചെയ്യും. യെസ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിൽ കുറച്ച് അസൈൻമെൻറ്റ്സ് തരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രോബ്ലം ഇതൊക്കെ ചെയ്യുക. യെസ്. നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് സെറ്റ്സ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടിൽ ദെൻ ബൈ.